എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും SRS പ്രോപ്പർട്ടീസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മീഡിയം ബഡ്ജറ്റിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന അതിമനോഹരമായ വീടാണ്. പാലാ ടൗണിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാത്രം മാറി പാലാ പൊൻകുന്നം ഹൈവേയിൽ നിന്ന് ഏകദേശം 200 മീറ്റർ ദൂരത്തിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്. 8 സെന്റ് സ്ഥലത്ത് പണിതിരിക്കുന്ന ഈ വീടിന് 1450 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഒറ്റ നിലയിൽ 3 ബെഡ്റൂമോട് കൂടി പണിതിരിക്കുന്നു. 3 ബെഡ്റൂമുകളും അറ്റാച്ച്ഡാണ്. നല്ല വിശാലമായ മുറ്റമുണ്ട്, കാർ പോർച്ച്, കിച്ചൺ, വർക്ക് ഏരിയ, 2 ഹാളുകൾ, എല്ലാവിധ സൗകര്യങ്ങളുമുള്ള നല്ലൊരു വീടാണ്. ഏറ്റവും നല്ല ഡിസൈനിൽ വളരെ മനോഹരമായിട്ട് തന്നെ പണിതിരിക്കുന്നു. ഇന്റീരിയർ വർക്കുകളൊക്കെ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നു. ടാറിംഗ് റോഡ് സൈഡിൽ ഫ്രണ്ടിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്. വെള്ളപ്പൊക്കം ഒന്നും ബാധിക്കുകയില്ല. വഴിയിൽ നിന്നും ഉയർന്ന ഭാഗത്താണ് വീടിരിക്കുന്നത്. വെള്ളപ്പൊക്കം ബാധിക്കുന്ന ഒരു ഏരിയ ഒന്നുമല്ല. പറ്റാത്ത വെള്ളം നമുക്കിവിടെ ഉണ്ട്. ഇവിടെ ഓപ്പൺ വെല്ലല്ല, ബോർവെല്ലും ഉണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്ത് കുടിവെള്ള പദ്ധതിയുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ചോദിക്കുന്ന പോലെ 60 ലക്ഷം രൂപ മാത്രമാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ വിശദമായ വീഡിയോയിലേക്ക് ഒന്ന് പോകാം. കേരള തനിമയുള്ള ഡിസൈനിൽ പണിതിരിക്കുന്ന മനോഹരമായൊരു 3 ബെഡ്റൂം വീടാണിത്. വിശാലമായ മുറ്റമുണ്ട്. വീടിൻ്റെ മുൻഭാഗം വരെ പഞ്ചായത്ത് റോഡാണുള്ളത്. നല്ല അയൽപക്കങ്ങളൊക്കെ ഉള്ള നല്ല ഏരിയയിലാണ് വീട് പണിതിരിക്കുന്നത്. ഒരിക്കലും വെള്ളപ്പൊക്കം ബാധിക്കുന്ന ഒരു പ്രദേശമല്ല. വീതിയേറിയ സ്ലൈഡിംഗ് ഗേറ്റാണ് മുന്നിൽ കൊടുത്തിരിക്കുന്നത്. മുറ്റത്ത് ഇന്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഗേറ്റിന് നേരെ മുൻഭാഗത്ത് തന്നെ കാർ പോർച്ച് വന്നിരിക്കുന്നു. നല്ല വീതിയേറിയ ഒരു ഗേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു 3-4 കാറുകൾ വന്നാലും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ മുറ്റത്തിനുണ്ട്. നല്ലൊരു ഡിസൈനിൽ വീട് പണിതിരിക്കുന്നു. നല്ലൊരു ഏരിയയാണ്. ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു 200-250 മീറ്ററോളം മാത്രം മാറിയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ പോലുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു ഏരിയയാണ്. വലിയൊരു കാർ പോർച്ചാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഏത് കാറുകളും നമുക്ക് പാർക്ക് ചെയ്യാനും തിരിക്കാനും ഒക്കെയുള്ള സ്പേസ് ഇവിടെയുണ്ട്. സിറ്റ് ഔട്ടും സ്റ്റെപ്പുകളും മുഴുവൻ ഗ്രാനൈറ്റ് പാകിയിരിക്കുന്നു. ഇതിൻ്റെ മുൻഭാഗത്ത് കുറച്ച് ഏരിയയിൽ നല്ല പെബിൾസ് ഇട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. തേക്ക്, ആഞ്ഞിലി തുടങ്ങിയ തടികൾ ഉപയോഗിച്ചാണ് ഇവിടുത്തെ ജനലുകളും കഥകളും എല്ലാം പണിതിരിക്കുന്നത്. മുറ്റത്ത് അത്യാവശ്യം പച്ചക്കറികളൊക്കെ നടാനുള്ള സ്പേസ് ഉണ്ട്. ഈ സൈഡൊക്കെ ചെടികളും മരങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. കൂടുതൽ സ്ഥലം വേണം എന്നാഗ്രഹമുള്ളവർക്ക് താഴെ കാണുന്ന ഈ ഒരു ചേർന്ന് കിടക്കുന്ന പ്ലോട്ട് കൂടി വാങ്ങാൻ പറ്റുന്നതാണ്. നമുക്കാദ്യം കോമ്പൗണ്ടൊക്കെ ഒന്ന് കാണാം. അതിനുശേഷം വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോകാം. വീടിന് ചുറ്റും ആവശ്യത്തിന് സ്പേസ് ഉണ്ട്. എല്ലാ വശങ്ങളിലും ആവശ്യത്തിന് സ്ഥലമുണ്ട്. ഈ ഒരു ഭാഗത്ത് അലക്കുകല്ലൊക്കെ കൊടുത്തിരിക്കുന്നു. മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നു. ഈ കോർണറിൽ അലക്കുകല്ല് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഫുൾ കവർ റൂഫ് ചെയ്തിട്ടില്ല. നമുക്ക് റൂഫ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. സ്റ്റെയർ കേസ് ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലൊക്കെ നമുക്ക് പച്ചക്കറികൾ നടാനുള്ള ഒരു സ്ഥലം കൊടുത്തിരിക്കുന്നു. ഇവിടെ പച്ചക്കറി, വെണ്ടത്തൈയൊക്കെ നട്ടിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോർ ഈ ഭാഗത്താണ്. പുറത്തേക്കുള്ള ഭാഗം ഷീറ്റ് വിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു പണി സാധനങ്ങളൊക്കെ വെക്കാനുള്ള, തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ പെറുക്കിയിടാനൊക്കെ ഉള്ള സ്ഥലം നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. കോമ്പൗണ്ട് എല്ലാം ഒന്ന് കണ്ടു കഴിഞ്ഞു. 8.5 സെൻറ്റാണ് സ്ഥലം. വീടിൻ്റെ മുൻഭാഗത്താണ് കൂടുതൽ സ്ഥലമുള്ളത്. നമുക്ക് ഒരു 3-4 വണ്ടികൾ പാർക്കാനൊക്കെ ഉള്ള സ്ഥലം നമുക്കിവിടെ ഉണ്ട്. വീടിനുള്ളിലേക്ക് കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ടൊക്കെ നല്ല ഭംഗിയുള്ള ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. നല്ല വിശാലമായൊരു മുറ്റമൊക്കെ കാണാം. തേക്കിൻ തടിയിൽ പണിതിരിക്കുന്ന ഫ്രണ്ട് ഡോറാണ് നൽകിയിരിക്കുന്നത്. നല്ല വിശാലമായൊരു ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. നല്ല ഭംഗിയുള്ള ടൈൽസാണ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത്. നേരെ മുൻഭാഗത്ത് തന്നെ TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. നല്ല സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ജിപ്സം സീലിംഗ് എല്ലാം കൊടുത്ത് നല്ല ഫാൻസി ലൈറ്റുകളും LED ലൈറ്റുകളും ഫാനുകളും എല്ലാം കൊടുത്തിരിക്കുന്നു. നല്ല വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റുകളൊക്കെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല മികച്ച ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് തന്നെ നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു വീടാണിത്. ഈ ഭാഗത്തൊരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. ഇതിലൊക്കെ നല്ല ഭംഗിയേറിയ ലൈറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നു. പാർട്ടീഷൻ കഴിഞ്ഞ് കടന്നു വരുന്നത് വിശാലമായ ഡൈനിങ് സ്പേസിലേക്കാണ്. എല്ലാ മുറികളിലും ഇതുപോലെ ഹാളുകളിലെല്ലാം സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട്. ഫാനുകളും ലൈറ്റുകളും എല്ലാം കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. നല്ല ഭംഗിയേറിയൊരു കിച്ചണാണ്. ഒരു വുഡൻ ഷെയ്ഡിലുള്ള ഫ്ലോറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. കബോർഡുകളെല്ലാം തടിയിലാണ്. ഈ ഒരു ഭാഗത്ത് ഫ്രിഡ്ജ് വെക്കാനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നു. ഇഷ്ടംപോലെ സ്പേസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ധാരാളം കബോർഡുകളെല്ലാം നൽകിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന വീടാണ്. ഏറ്റവും മികച്ച ക്വാളിറ്റി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ടാപ്പുകളും സെറാമിക് ഐറ്റംസും എല്ലാം ബ്രാൻഡഡ് ആണ്.
കിച്ചൺ കൂടാതെ നമുക്കിവിടെ വർക്ക് ഏരിയ കൂടിയുണ്ട്. ഇവിടെയും ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. താഴ്വശത്തും മുൾവശത്തും സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു സ്പേസ് കൂടി കൊടുത്തിരിക്കുന്നു. പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് ഷീറ്റ് ഇട്ട് അങ്ങനെ ഒരു ഔട്ടർ വർക്ക് ഏരിയ കൂടിയുണ്ട്. അപ്പോൾ നല്ല സൗകര്യപ്രദമായ രീതിയിലുള്ളൊരു കിച്ചണും വർക്ക് ഏരിയയുമാണ്. വീണ്ടും നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് തിരിച്ചു വന്നു. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായിട്ട് വാഷ് കൗണ്ടർ നല്ല ഭംഗിയായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത്. നമുക്കിനി ഓരോ ബെഡ്റൂമുകളായിട്ട് കാണാം. ഇതാണ് ആദ്യത്തെ ഒരു ബെഡ്റൂം. ബെഡ്റൂമുകളെല്ലാം വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. അറ്റാച്ച്ഡ് ബാത്റൂമുകളാണ്. ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം തന്നെയാണ്. ബ്രാൻഡഡ് മെറ്റീരിയൽസാണ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത രണ്ട് ബെഡ്റൂമുകൾ ഇതിൻ്റെ ഇടതും വലതുമായിട്ട് കാണാം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. മൂന്നാമത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നു. മൂന്നും ബെഡ്റൂമുകൾ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. മൂന്നും അറ്റാച്ച്ഡ് ആണ്. ഓരോ ബാത്റൂമിലും പ്രത്യേകം പാറ്റേണിലുള്ള ടൈൽസൊക്കെ നൽകിയിട്ടുണ്ട്. നല്ല സൗകര്യപ്രദമായ രീതിയിലുള്ള ഒരു മീഡിയം ബജറ്റ് വീടാണ് ഇന്ന് നമ്മൾ കാണുന്നത്. പൊൻകുന്നം റോഡിൽ പാലാട്ടോണിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ. 8.5 സെൻറ്റ് സ്ഥലമുണ്ട്. നമുക്കതിൽ 1450 സ്ക്വയർ ഫീറ്റ് വിസ്തീർണം വരുന്ന വീടാണുള്ളത്. 3 ബെഡ്റൂമുകളുണ്ട്. മൂന്നും അറ്റാച്ച്ഡാണ്. നല്ല രീതിയിൽ പണികഴിപ്പിച്ചിരിക്കുന്ന നല്ലൊരു വീടാണ്. വീടിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഏറ്റവും നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ച് പണിതിരിക്കുന്ന നല്ലൊരു വീടാണ്. 1 കിലോമീറ്ററുള്ളിൽ തന്നെ നമുക്ക് ആരാധനാലയങ്ങളുണ്ട്, സൂപ്പർ മാർക്കറ്റുകളുണ്ട്. എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ടൗണിലേക്ക് 5 മിനിറ്റുള്ളിൽ എത്താൻ പറ്റുന്ന ദൂരമാണ്. പലരും പരിസര പ്രദേശങ്ങളിലെയും സ്കൂൾ ബസ്സുകളെല്ലാം നമ്മുടെ തൊട്ടുപാടുള്ള വഴി കൂടി വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ്. വാങ്ങാൻ താല്പര്യമുള്ള എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക. നിങ്ങൾക്ക് ലോൺ സൗകര്യത്തിലൂടെ വാങ്ങാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. ഇവിടെയാണ്. എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരാം.